ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റീന, അതായത് കണ്ണിൻ്റെ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം. റെറ്റിനയിൽ വന്ന് പതിക്കുന്ന പ്രകാശബിംബങ്ങളാണ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് കാഴ്ചയായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ റെറ്റിനയുടെ മധ്യഭാഗത്തുള്ള പ്രദേശമാണ് മാക്യുല, മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി റെറ്റിന, അതായത് കാഴ്ചയുടെ കേന്ദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഗം. നമ്മുടെ സെൻട്രൽ വിഷൻ, കളർ വിഷൻ, വിഷ്വൽ അക്യൂട്ടി, അതായത് വ്യക്തമായ കാഴ്ച, ഇവയൊക്കെ മാക്യുലയെ ആശ്രയിച്ചിരിക്കും. മാക്യുലയെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളുണ്ട്. ജന്മന കാണപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട്, ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ചില അസുഖങ്ങളുണ്ട്, പിന്നെ കൂടുതലും പ്രായമായ ആൾക്കാരിൽ കണ്ടുവരുന്ന പലതരം അസുഖങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായ 2 അസുഖങ്ങളാണ്. ഒന്ന്, പ്രമേഹ രോഗികൾ കണ്ടുവരുന്ന ഡയബറ്റിക് മാക്യുലോപ്പതി. 2, വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ. ഈ പ്രമേഹം എങ്ങനെയാണ് കണ്ണുകളെ ബാധിക്കുന്നത്? റെറ്റീനയാണ് പ്രധാനമായും പ്രമേഹം ബാധിക്കുന്നത്, ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹത്തിൻ്റെ നിയന്ത്രണം, പ്രമേഹം ബാധിച്ചതിനു ശേഷമുള്ള കാലയളവ് എന്നീ കാര്യങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി പിടിപെടാനുള്ള സാധ്യതയെ നിർണ്ണയിക്കുന്നത്. പ്രമേഹം മറ്റെല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നത് പോലെ കണ്ണുകളിലെ ചെറിയ ബ്ലഡ് വെസൽസിനെയാണ് ഡാമേജ് ചെയ്യുന്നത്, മൈക്രോ ആൻജിയോപ്പതി. അപ്പോൾ ഈ മാക്യുലയിൽ ഇതുപോലുള്ള ചെറിയ ബ്ലഡ് വെസൽസിൻ്റെ കാപ്പിലറീസിന് ഡാമേജ് സംഭവിച്ച് ഒന്നുകിൽ അവ ലീക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവ ബ്ലോക്ക് ആവും. ഈ കാപ്പിലറീസ് ലീക്കേജ് സംഭവിച്ചാൽ മാക്യുലയിൽ നീർക്കെട്ട് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാം. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മാക്യുലയിലെ രക്തയോട്ടം കുറഞ്ഞ് 2 കാരണങ്ങൾ കൊണ്ടും മാക്യുലയ്ക്ക് ഡാമേജ് സംഭവിക്കാം. അപ്പോൾ ഇതാണ് ഡയബറ്റിക് മാക്യുലോപ്പതി. ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, പ്രായമായ ആൾക്കാരിൽ മാക്യുലയിൽ കണ്ടുവരുന്ന ഡീജനറേഷൻ. 2 ടൈപ്പ് ഉണ്ട്, ഡ്രൈ ടൈപ്പ് ഉണ്ട്, വെറ്റ് ടൈപ്പ് ഉണ്ട്. വെറ്റ് ടൈപ്പാണ് കൂടുതൽ അപകടകാരി. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത്? റെറ്റിനയുടെ ഉള്ളിൽ അല്ലെങ്കിൽ റെറ്റിനയുടെ പിന്നിൽ പ്രായത്തിൻ്റെ ഡീജനറേറ്റീവ് ചേഞ്ചസ് സംഭവിച്ചിട്ട് ഒരു അബ്നോർമൽ ബ്ലഡ് വെസലിൻ്റെ വളർച്ച ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അബ്നോർമൽ ബ്ലഡ് വെസൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലീക്ക് ചെയ്ത് നീർക്കെട്ടുണ്ടാവാം മാക്യുലയിൽ, എക്സുഡേഷൻ, അതല്ലെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കാം, രക്തസ്രാവം. മാക്യുലയിൽ ഡാമേജ് സംഭവിച്ച് കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ: ഒന്ന്, അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഒന്ന്, കളർ വിഷനുള്ള ബുദ്ധിമുട്ട്, നിറങ്ങൾ മങ്ങിയതുപോലെ തോന്നാം. പിന്നെ ഈ സ്ട്രെയിറ്റ് ലൈനുകളൊക്കെ വളഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നാം. പിന്നെ എവിടെ നോക്കിയാലും സെൻറ്റർ ഭാഗത്ത് ഒരു ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത് ഒരു മങ്ങൽ. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പിന്നെ ഈ 2 അസുഖങ്ങളിലും ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ. ഇപ്പോൾ ഈ പ്രമേഹ രോഗികളിൽ ലക്ഷണങ്ങളൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും രോഗം ഏതാണ്ട് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ആൾക്കാർ, പ്രമേഹ രോഗികൾ, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ നിർബന്ധമായും കണ്ണിൻ്റെ വിശദമായ പരിശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ണിൻ്റെ വിശദമായ പരിശോധനയിലൂടെ, ഞരമ്പിൻ്റെ പരിശോധനയിലൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന അസുഖങ്ങളാണ് ഇവ 2. ചില കേസുകളിൽ ചില ടെസ്റ്റുകളൊക്കെ കൂടെ ചെയ്യേണ്ടി വരാറുണ്ട്. ഞരമ്പിൻ്റെ സ്കാൻ ഒരുവിധം എല്ലാ കേസിലും വേണ്ടി വരാറുണ്ട്. ചില കേസുകളിൽ ആൻജിയോഗ്രഫി ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. മാക്യുലയിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷനാണ്, ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ. അതായത് മരുന്ന് ഡയറക്റ്റായിട്ട് കണ്ണിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന രീതി. ഇത് തീർത്തും സേഫായിട്ടുള്ള പ്രൊസീജിയറാണ്, വേദന ഇല്ലാതെ എടുക്കാവുന്നതാണ്. ചില കേസുകളിൽ ലേസർ ചികിത്സയും ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 അസുഖങ്ങളും വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രമേഹ രോഗികളിൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം, മറ്റ് ശാരീരിക അസുഖങ്ങളുടെ നിയന്ത്രണം, പിന്നെ ARMDയിൽ സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയാറുണ്ട്. പിന്നെ കൃത്യമായ ഇടവേളകളുള്ള കണ്ണിൻ്റെ ചെക്കപ്പ്. പ്രമേഹ രോഗികളിലും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരിലും കൃത്യമായ ഞരമ്പിൻ്റെ ചെക്കപ്പ്. കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ 2 അസുഖങ്ങളും കാഴ്ച നഷ്ടപ്പെടാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, lighting up lives.